അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, മുഹറം 10 ഈ ദിവസം, ഈ ഒരു പുലർച്ചെ കേട്ടോ, നല്ല മഞ്ഞുള്ള ഒരു പ്രഭാതമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോറിയുമായിട്ട്, അതായത് സ്റ്റോറി എന്നല്ല, ഒരു അനുഭവ കഥയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷകരമായൊരു വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നമ്മൾ ഗഫൂർ ഖാൻ്റെ കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ച് മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറിയിലായിരുന്നു, കുറച്ച് മുമ്പായിരുന്നു. ഏകദേശം അതിന് 5M വ്യൂസോ അങ്ങനെ എന്തൊക്കെ കിട്ടിയിരുന്നു. അതായത് ഈ ഗഫൂർ ഖാൻ എന്ന് പറഞ്ഞ ആൾ പ്രവാസ ലോകം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നതും കണ്ണിന് കാഴ്ചയില്ലാത്തതൊക്കെ ആ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടിരുന്നോ? അവസാനം പ്രവാസ ലോകത്തേക്ക് തന്നെ തിരിച്ചു പോയി. അതായത് വീട്ടിൽ എക്സിറ്റ് അടിച്ച് വന്നപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും ഇഷ്ടമല്ല, നിങ്ങൾ ഈ പ്രവാസ ലോകം ജീവിതം അവസാനിപ്പിച്ച് വന്നിട്ട് ഇവിടെ എന്താ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ അദ്ദേഹം വിഷമം കൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു, അറബി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഇന്ന് എനിക്ക് കാണാൻ ഇട വന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു മുഹറത്തിൻ്റെ ഒരു പ്രഭാതത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഖുർആൻ ഓതിയിട്ടും ദിക്റൊക്കെ ചൊല്ലിയിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം കേട്ടോ. 35 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ പ്രവാസിക്ക് സൗദി കുടുംബം നൽകിയ ആ ഒരു യാത്രയപ്പിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. 35 വർഷത്തോളം അറബിയുടെ വീട്ടിൽ കഴിയാണ്. അതായത് നീണ്ട 35 വർഷക്കാലം ആത്മാർത്ഥമായി അധ്വാനിച്ച ഒരു ഇന്ത്യൻ പ്രവാസി 35 വർഷത്തിന് ശേഷം ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. അത്രക്കും ആ ഒരു അറബി കുടുംബത്തിന് വേണ്ടി സേവനങ്ങൾ. 35 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത്രക്കും നമ്മുടെ യുവത്വവും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നാട്ടിലേക്ക് വരുമ്പോൾ വെറും 2 മാസം 3 മാസം മാത്രമായിരിക്കും നിന്നിട്ടുണ്ടാകുക. ബാക്കിയുള്ള ജീവിതകാലത്തിൻ്റെ നല്ലൊരു ഭാഗവും നല്ലൊരു യൗവനത്തിൻ്റെ ഭാഗവും പ്രവാസ ലോകത്ത് അറബികളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സേവനത്തിന് വേണ്ടിയിട്ട് അവിടെ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം അതായിരിക്കാം. മക്കളെ പോറ്റാനും വീട് വെക്കാനും നാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുമുള്ള ആ ഒരു അവസ്ഥ അത് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം 35 വർഷം അദ്ദേഹം നിന്നത്. എന്നാൽ 35 വർഷത്തെ ആ ഒരു പ്രവാസ ലോക ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് വരുന്ന സമയത്തെ സൗദി കുടുംബം നൽകിയ ഒരു യാത്രയപ്പിൻ്റെ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതായത് നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചപ്പോൾ ആ കുടുംബം അയാളെ യാത്രയാക്കിയത് ഒരു സാധാരണ ജോലിക്കാരനായല്ല, മറിച്ച് തങ്ങളുടെ സ്വന്തം കുടുംബത്തെ പോലെയായിരുന്നു. വർഷങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതക്കും സേവനത്തിനു മുന്നിൽ സ്നേഹത്തോടെ അവർ തല കുനിക്കുകയായിരുന്നു. അവർക്കതൊരു നഷ്ടമാണ് അദ്ദേഹം നാട്ടിലേക്ക് വരിക എന്ന് വെച്ചാൽ. കാരണം അതൊരു തീരാ നഷ്ടം. നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരാൾ, എല്ലാ കാര്യവും ചെയ്യുന്ന ഒരാൾ ഒരു നിമിഷം നമ്മളെ വിട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അതും അത്രക്കും ആ വീടിനോടടുത്ത ആൾ. എന്നാൽ യാത്രയപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ശമ്പളത്തിന് പുറമെ 1,00,000 സൗദി റിയാലാണ് അവർ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. അതിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവിതകാലം മുഴുവനായിട്ടും കൃത്യമായി പെൻഷൻ നൽകുമെന്നും ആ കുടുംബം പ്രഖ്യാപിച്ചു. കാരണം നാട്ടിൽ ചെന്നിട്ട് പലരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെയും മറ്റ് ജോലികൾ നോക്കും. പക്ഷേ ഇദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. എല്ലാ മാസത്തിലും പെൻഷന് അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അത് എല്ലാ മാസത്തിലും ലഭിക്കും. പോരാത്തതിന് 1,00,000 സൗദി റിയാലും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലെ കുട്ടികൾ മുതിർന്നവർ വരെ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തും കെട്ടിപ്പിടിച്ചും കണ്ണീരോടെയാണ് വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തെ യാത്രയാക്കിയത്. കാരണം മറ്റൊന്നുമല്ല, ആത്മാർത്ഥമായി നമ്മൾ ആ വീടിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കാര്യമായിട്ട് കഴിഞ്ഞത് അവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അദ്ദേഹം അവിടുന്ന് പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് പോരുക എന്നുള്ളത്. ആത്മാർത്ഥമായി ചെയ്യുന്ന സേവനം ഒരിക്കലും മറക്കപ്പെടില്ലെന്നും അതിന് പണത്തേക്കാൾ വലിയ ബഹുമാനവും സ്നേഹവും ജീവിതകാലം മുഴുവൻ തിരിച്ചു കിട്ടുമെന്നും തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. പ്രവാസ ലോകത്തു നിന്നും കേൾക്കുന്ന ഒരു ഹൃദയസ്പർശിയായ സംഭവത്തെക്കുറിച്ചും
ആ സൗദി കുടുംബത്തിൻ്റെ വലിയ മനസ്സിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലേ, നമ്മൾ സത്യസന്ധമായി എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നല്ലൊരു റിസൾട്ട് പടച്ച റബ്ബ് തന്നെ നമുക്ക് തരും. ആത്മാർത്ഥമായി അദ്ദേഹം ശരിക്കും അധ്വാനിച്ചു 35 വർഷം ആ കുടുംബത്തിന് വേണ്ടി. അദ്ദേഹം പിരിഞ്ഞു പോരുമ്പോൾ ശരിക്കും ആ കുടുംബത്തിലെ എല്ലാവരും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്, കരയുകയാണ്. പലരും വളരെയധികം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയുണ്ട്. ഏതായാലും അത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതം തൻ്റെ കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി എന്തായാലും ജോലിക്കൊന്നും പോകണ്ട. കാരണം എല്ലാ മാസത്തിലും പെൻഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ശരിക്കും 1,00,000 സൗദി റിയാലാണ് അവർ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. ഏകദേശം 25 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് സമ്മാനം നൽകി എന്നത് മാത്രമല്ല, എല്ലാ മാസത്തിലും അദ്ദേഹത്തിനൊരു പെൻഷൻ കറക്റ്റ് രീതിയിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയല്ല, അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. പിന്നെ നമ്മുടെ ഗഫൂർക്കയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്കായി ഒന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. അതായത് ഗഫൂർക്ക അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി അദ്ദേഹത്തിന് ആഗ്രഹമില്ല. പക്ഷേ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അറബി പറഞ്ഞു, യാ ഗഫൂർ, മതി, നീ ഇനി ജോലി നിർത്തിക്കോ. നിനക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. നീ വാഹനം ഓടിക്കുമ്പോൾ വാഹനം തെന്നി മാറുന്നുണ്ട്. നമുക്കതുകൊണ്ടൊരു ഹോസ്പിറ്റലിൽ പോകാം. ആ നിമിഷം തന്നെ അദ്ദേഹം പറഞ്ഞു, അർബ, ഒരിക്കലുമില്ല, എനിക്ക് കാഴ്ചക്കുറവില്ലല്ലോ. ഗഫൂർ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ 18 വയസ്സിൽ ഇങ്ങോട്ട് കയറിയതാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയം വൈകിയിരിക്കുന്നു. കാരണം നീ പ്രായമായി തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ കണ്ണിന് കാഴ്ച കുറവായതിൻ്റെ പേരിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ നിങ്ങളെ കാണിക്കണം. അദ്ദേഹം മനമില്ല മനസ്സോടുകൂടി അറബിയുടെ കൂടെ ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, ഈ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിപാടി പറ്റൂല. വേറെ എന്തെങ്കിലും പണി നോക്കിയാൽ മതി. ഇനി ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കരുത്. അറബിയോടും പറഞ്ഞു. നിരാശയോടെ സങ്കടത്തോടെ അദ്ദേഹം ഡോക്ടറുടെ ആ റൂമിൽ നിന്നിറങ്ങി. എന്നാൽ അറബി പറഞ്ഞു, എന്താ ഗഫൂർ, പറഞ്ഞില്ലേ കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി നാട്ടിലേക്ക് പോയിക്കോളൂ. അത് പറയരുത് അർബ. നിങ്ങളുടെ പിതാവിൻ്റെ കാലം മുതൽ തന്നെ ഞാനിവിടെ ഉള്ളതാണ്. ശരിയാണ്, എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് ഇപ്പോൾ മരണപ്പെട്ടു പോയി. എനിക്ക് എന്തായാലും വേണ്ടില്ല, നിങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഈ കണ്ണിന് കാഴ്ചയില്ലാതെ എൻ്റെ ഫാമിലിയുമായി നിങ്ങൾ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വേറെ വല്ലതും വേറെ എന്ത് പണി നിങ്ങൾക്കറിയാം? നിങ്ങളിവിടെ പഴയ ഡ്രൈവറായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പിതാവ് പറഞ്ഞ് കേട്ടത് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടതുമാണ്. അതല്ലാതെ വേറെ പണി നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ. മനമില്ല മനസ്സോടുകൂടി അദ്ദേഹം നാട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഭാര്യയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അതെ, ഞാൻ എക്സിറ്റ് അടിച്ച് വരികയാണ്. ഭാര്യ പറയുന്നു, എന്തിന്? അതെ, മകളുടെ പഠനം മുഴുവനായിട്ടില്ല. അവൾ MBBS പഠിക്കാണ്. മോൻ്റെ ബിസിനസ് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നിങ്ങളിപ്പോൾ പോന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊക്കെ എന്നാലും MBBS ആകെ ഇനി 1 വർഷമല്ലേ ഉള്ളൂ. അത്രയും പണമൊക്കെ അയച്ചു തന്നല്ലോ. ഇനി ബാക്കി സേവിങ് ഉണ്ടല്ലോ. മോൻ്റെ ബിസിനസ്സിന് വേണ്ടിയും ഞാൻ ഒരുപാട് പണം അയച്ചു. ഇനി എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതെനിക്ക് പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മക്കളൊന്നും അറിയേണ്ടത്, അവർ ചീത്ത പറയും. എന്ത് ചെയ്യാൻ? അതെ, നിങ്ങൾക്കവിടെ പാത്രം കഴുകി ജീവിച്ചൂടെ? ക്ലീനിങ് ചെയ്ത് ജീവിച്ചൂടെ? നിങ്ങളിവിടെ വന്നാൽ പണത്തിന് എന്ത് ചെയ്യും? വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലോ നിങ്ങളീ പറയുന്നത്. മകളുടെ പഠനം, അവളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നിക്കാഹ് കഴിഞ്ഞില്ലേ? പൊന്നും പണ്ടും അതും കൊടുത്തു. ഇനിയിപ്പോൾ എന്താ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്താ? മോന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മോളിനി 1 വർഷം കൂടി കഴിഞ്ഞാൽ, എന്നാലും ഇത്രയൊക്കെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂലടി. എനിക്കതിന് കഴിയില്ല. ഇനി എനിക്ക് ഇവിടുന്ന് പോരണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ആ അറബീൻ്റെ അടുത്ത് പറ്റില്ലെങ്കിലേ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും പാത്രം കഴുകാനോ ക്ലീനിങ്ങിൻ്റെ ജോലി, അതുപോലെ റോഡ് അടിച്ചു വരുന്ന ജോലി, അതൊക്കെ ചെയ്യാലോ. എന്താ ഇപ്പോൾ ഡ്രൈവിങ് മാത്രമേ പറ്റുന്നുള്ളൂ? ശരിക്കും ഭാര്യയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു.
എങ്ങനെ നാട്ടിലേക്ക് പോകും എന്നുള്ള രീതിയിലായി. എന്നാൽ ഈ സമയം മകൾ പറഞ്ഞു, ഉപ്പ ഇവിടെ ഇപ്പം നേരെ വന്നിട്ട് ഇപ്പം എന്താ, എന്ത് കാര്യത്തിനാണ് ഉപ്പ വരുന്നത്, എൻ്റെ പഠനം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. എന്നാൽ മകനും പറഞ്ഞു, എൻ്റെ ബിസിനസ് കുറച്ചും കൂടി ക്യാഷ് ഇറക്കേണ്ടി വരും. ആ എന്താന്നില്ലേ, ഉപ്പാനോട് ഇപ്പോൾ വരണ്ട, പറയും, അവിടെ തന്നെ നിൽക്കാൻ പറയും. മക്കളും സമ്മതിക്കുന്നില്ല, ഉമ്മയും സമ്മതിക്കില്ല. അതെ, വളരെ ചെറുപ്പകാലത്ത് അദ്ദേഹം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ പ്രവാസ ലോകത്ത് പോയി നിൽക്കുകയാണ്. ആ സമയത്താണ് മക്കൾ ഇത്രയും അവരെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് ബിസിനസ്സിന് വേണ്ടി ക്യാഷ് ഇറക്കിയിട്ടും വലിയ വീടും സ്ഥലവും ഏക്കർ കണക്കിന് തോട്ടവും എല്ലാം വാങ്ങിയിട്ടും ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. എന്നാൽ മനമില്ലാ മനസ്സോടുകൂടെ അദ്ദേഹം അവിടെ നിന്ന് യാത്ര പറയുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചെറിയ യുവാക്കളായ കുട്ടികൾ വരെ അവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഗഫൂർക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ, പോയിട്ട് വരാടാ, എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പോയി നോക്കട്ടെ, നിങ്ങൾ ചെല്ലി ഗഫൂർക്ക, കുറേ നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ. അങ്ങനെ അതാ ഗഫൂർക്ക നാട്ടിലേക്ക് തിരിക്കുകയാണ്. സാധാരണത്തെ രീതിയിൽ എയർപോർട്ടിലെത്തുമ്പോൾ എല്ലാവരും കൊണ്ടുവരാനൊക്കെ വരും, പക്ഷേ ഇത് അവർ ഫോൺ പോലും എടുക്കുന്നില്ല വിളിച്ചിട്ട്. എന്നാൽ അറബി പറഞ്ഞു, ഗഫൂർ വിഷമമുണ്ടോ, സാരല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ല, ഇനി നിങ്ങളിവിടെ ജോലിക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അതാ അദ്ദേഹം ഇറങ്ങുവാൻ നിൽക്കുമ്പോൾ അറബി അദ്ദേഹത്തിൻ്റെ അടുക്കൽ 2 പെട്ടിയാണ് ഏൽപ്പിക്കുന്നത്. ഈ പെട്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആർക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾ എന്നെ നോക്കുന്ന എനിക്ക് യാതൊരു ഉറപ്പുമില്ല, അവരൊക്കെ എവിടെയാണാവോ, എൻ്റെ ഭാര്യയും, അതുകൊണ്ട് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്, ഗഫൂർക്ക നിങ്ങൾക്ക് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞ് അതാ അറബി അപ്പോൾ തന്നെ ആ ലഗേജൊക്കെ എത്തിക്കുന്നു എയർപോർട്ടിലേക്ക്. അദ്ദേഹം മനമില്ലാ മനസ്സോടു കൂടി എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറുകയാണ് അദ്ദേഹം. എന്നാൽ കസ്റ്റംസിൻ്റെ ആ ഒരു ചെക്കിങ്, ഗഫൂർ അവിടെ നിൽക്കൂ, നിങ്ങളുടെ പെട്ടിയിൽ എന്താണ്, എനിക്കറിയില്ല. അദ്ദേഹം നിസ്സഹായനായി കൈ മലർത്തി. പറയൂ, നിങ്ങളുടെ പെട്ടിയിൽ എന്താണ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യമോ. എന്നാൽ അതിനിടയിൽ സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ അവിടെ നിന്ന് എന്തൊക്കെ തന്നെയായാലും ഗഫൂർക്കയെ വിട്ടു. അതിൻ്റെ അടിയിലായിട്ടൊരു കടലാസും ഒക്കെ അറബി വെച്ചിരുന്നു, അതിൻ്റെ ഫുള്ള് ടാക്സ് എല്ലാം അടച്ചത്. എന്നാൽ ഈ സമയം അതാ കേരളത്തിൻ്റെ കരിപ്പൂർ എയർപോർട്ടിലെത്തിയപ്പോഴും ആ ഒരു പെട്ടി കണ്ടിട്ട് ഗഫൂർക്കയെ അവിടെ മാറ്റി നിർത്തി. നിങ്ങൾ പോലെ അവിടെ നിൽക്കി, സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞു. എന്നാൽ അതെ, നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, അതായത് നിങ്ങളുടെ ഈ ഒരു പെട്ടിയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ആകെ പേടിച്ചു, റബ്ബേ എന്താണ്. എന്നാൽ അല്പസമയത്തിന് ശേഷം, നിങ്ങൾ പോയിക്കോളൂ, ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചതാണ്, ഓക്കെ. അങ്ങനെ ട്രോളി തള്ളിക്കൊണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നത്, അയാൾ പതുക്കെ അതാ അങ്ങോട്ടെത്തി. ആ എയർപോർട്ടിൽ ഒരുപാട് ആളുകൾ ചുറ്റുഭാഗത്തുമായി കാത്തിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഗഫൂറിൻ്റെ മക്കളില്ല, ഭാര്യയില്ല, വിളിച്ചു പറഞ്ഞിട്ടും അവരെത്തിയില്ല. നിസ്സഹായനായി അദ്ദേഹം കണ്ണീരോടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ല, എല്ലാവരും പ്രവാസികളെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, അത്രക്കും സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും എൻ്റെ ഭാര്യയും മക്കളും വരാറുണ്ട്, ഇത്തവണ വന്നില്ല. അദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടെ ഒരു ടാക്സി പിടിക്കുകയാണ്. ടാക്സിക്കാരൻ പറഞ്ഞു, എങ്ങോട്ടാ, അത് പുളിക്കൽ തറവാട്ടിലേക്ക്, ഞാൻ സ്ഥലം പറഞ്ഞു തരാം, കൊണ്ടോട്ടിയാണ്. അങ്ങനെ അതാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലഗേജൊക്കെ അയാൾ എടുത്തു വെക്കും. എന്താടോ ഇത്, മുടിഞ്ഞ് വെയിറ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ ഒന്ന് കളിയാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. പ്രവാസ ലോകത്ത് ആ അറബി വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മനസ്സിനുള്ളിൽ വല്ലാതെ വേദനിക്കുന്നു. ആരും വന്നില്ല, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് പോരുമ്പോൾ ഉപ്പ ഒന്നുമില്ലാത്തവനായിട്ട് വരികയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ മക്കളും ഭാര്യയും ഒഴിഞ്ഞു പോയി. അവർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും കാലം. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ഒരു അവസ്ഥയിൽ അവർ വന്നില്ല. അദ്ദേഹം കണ്ണീരോടെ അതാ ഡ്രൈവർക്ക് വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ അതാ വലിയ ആ പുളിക്കൽ തറവാടിൻ്റെ വീട് മുറ്റത്തേക്ക് ആ ഒരു ടാക്സിക്കാർ വന്നു നിന്നു. ശരിക്കും അദ്ദേഹം ഒന്ന് ബെല്ലടിച്ചു. വീട്ടിൽ കയറിയപ്പോൾ അദ്ദേഹം പ്രതീക്ഷയോടെ നോക്കി. ഇല്ല, വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറന്നിട്ടില്ല, ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി അദ്ദേഹം ഒന്ന് പതുക്കെ നടന്നു നോക്കി. ഇല്ല, ആരുമില്ല, ആരും വരുന്നില്ല. വല്ലാത്ത വിഷമമായി അദ്ദേഹത്തിന്. ഒരു നിമിഷം അദ്ദേഹം അവിടെ നിന്നു. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാഷ് അദ്ദേഹത്തിന് കൊടുത്തു. കയ്യിൽ കരുതിയിരുന്നു കുറച്ച് ഇന്ത്യൻ മണി. അദ്ദേഹം വിഷമത്തോടെ
അവിടെ ആ സിറ്റ് ഔട്ടിലിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പോൾ താക്കോൽ അതെന്നും വെക്കലേ ഈ തൂണിൻ്റെ മുകളിലാണ്. അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു ചാവി എടുത്തു. കിട്ടി ഭാഗ്യത്തിന്. ഭാര്യയ്ക്ക് ഇതെങ്കിലും വെച്ച് പോകാൻ തോന്നിയത് നല്ല ഭാഗ്യം തന്നെ. അങ്ങനെ വാതിൽ തുറന്നു. ആ വീടാകെ ശൂന്യമായിരുന്നു. എൻ്റെ ഭാര്യയില്ല, മക്കളില്ല. സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടെ എന്നെ എതിരേൽക്കുന്ന എൻ്റെ മക്കളും ഭാര്യയുമില്ല. അയാൾ പൊട്ടി വിതുമ്പി കരഞ്ഞു. 2 പെട്ടിയുണ്ട് അവിടെ. എന്തിന്, ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ മക്കളും ആരുമില്ലല്ലോ. ഒരു നിമിഷം അദ്ദേഹം മരണത്തെ കുറിച്ച് പോയി. റബ്ബേ, ഞാനൊന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരവസ്ഥ, ഒരുപാട് കരഞ്ഞു. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വിശക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഇനി എന്തൊക്കെയാണോ അവർ പെട്ടിയിൽ നിറച്ചിട്ടുള്ളത്. ഒരു നിമിഷം അദ്ദേഹം ആ പെട്ടി തുറക്കുകയാണ്. എന്നാൽ ആ ഒരു പെട്ടിയിൽ നിരവധി ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടും ഫുഡ് ഐറ്റംസ് ആയിട്ടും അദ്ദേഹത്തിന് എത്തിയാൽ കഴിക്കുന്ന രീതിയിലുള്ളതായിട്ടും അങ്ങനെയെല്ലാം അറബി സെറ്റാക്കി വെച്ചിരുന്നു. ഒരു നിമിഷം വിശപ്പടക്കാൻ അദ്ദേഹം അതിൽ നിന്ന് കഴിച്ചു, സങ്കടത്തോടെ, വളരെയധികം വിഷമകരമായ രീതിയിൽ. എന്നാൽ തൻ്റെ അയൽവാസിയായ ഒരു കാക്ക അതുവഴി വന്നു. എന്താ ഗഫൂറേ, എല്ലാവരും പോയോ? എല്ലാവരും പോയിടോ. എന്താ ചെയ്യുക, സാരല്ല, എന്താ ചെയ്യുക. എവിടേക്ക് പോയതെന്തേ വിളിച്ചു നോക്കിയോ? വിളിച്ചിട്ടൊന്നും ആരും എടുക്കുന്നില്ല. അദ്ദേഹം അല്പസമയത്തിന് ശേഷം സംസാരിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം കരുതി 2 പെട്ടിയുണ്ട്, ഒന്ന് ഇതുവരെ തുറന്നിട്ടില്ല. ഒന്നിലാണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. ബദാം, പിസ്ത, പാൽപ്പൊടി, ടാങ്ക്, നട്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് അതിലുള്ളത്. ഇതൊക്കെ ആർക്ക് വേണ്ടി? മക്കൾക്കല്ലേ. പക്ഷെ ആരും വരുന്നില്ല. എന്നാൽ അദ്ദേഹം 2ാമത്തെ പെട്ടി തുറക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനുള്ളിൽ ഇനി വല്ല ഫുഡ് ഐറ്റംസ് കേടുന്ന് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം തുറന്നു നോക്കി. ശരിക്കും അദ്ദേഹം അത്ഭുതപ്പെടുകയായിരുന്നു. അത് തുറന്നിട്ടും കിട്ടുന്നില്ല. ഉള്ളിൽ ഓരോ പൊതികളായിട്ട് ഇങ്ങനെ വളരെയധികം സേഫ്റ്റി ആയിട്ട് ഭദ്രമായിട്ട്. എന്നാൽ അദ്ദേഹം വീണ്ടും ആ പൊതി പൊളിച്ചു നോക്കി. ശരിക്കും അത് ഓപ്പൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്ന പോലെ. ഇതെന്താ, വജ്രമോ? ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, അതെ, എൻ്റെ മുതലാളി ഒരു വജ്ര വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു സമ്പാദ്യമാണ് എനിക്ക് തന്നിരിക്കുന്നു. ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി. ഇത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു കടലാസ്. 40 കോടി വില വരുന്ന വജ്രമാണ് അത്. അതുകൊണ്ട് തന്നെ ഗഫൂർക്ക അതിൻ്റെ ടാക്സ് അടച്ചതും എല്ലാം നോക്കി. അത് അത്രയും ടാക്സും കാര്യങ്ങളൊക്കെ അറബി അടച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അല്പം ഭാരമുള്ളതായതുകൊണ്ട് തന്നെ പതുക്കെ അങ്ങ് പൊക്കിയെടുത്തു. എന്നാൽ അതിനിടയിൽ ഒരു കത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗഫൂർക്ക, നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കണം എന്നാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. പിതാവ് മരണപ്പെട്ടു പോയി. ഗഫൂറിനെ ഇനിയും കഷ്ടപ്പെടുത്തരുത്, അവനെ നാട്ടിലേക്ക് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇനിയെങ്കിലും നല്ല ജീവിതം നയിക്കട്ടെ. ഇവിടെ ഒന്നും ഈ ഡ്രൈവിങ്ങും കഷ്ടപ്പാടും തന്നെയല്ലേ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഗഫൂറിനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഇനി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാൽ എൻ്റെ പിതാവ് പറഞ്ഞതായിരുന്നു ഈ കാര്യമൊക്കെ. പക്ഷേ എനിക്ക് തോന്നി ഒരിക്കലും നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോവില്ല. പക്ഷേ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞയച്ചാൽ തീർച്ചയായും നിങ്ങൾ പോകുമല്ലോ. പക്ഷേ നിങ്ങളുടെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഡോക്ടറുമായി ചെറിയൊരു കരാറിൽ ഏർപ്പെട്ടതായിരുന്നു. ഇങ്ങനെ പേഷ്യൻറ്റിനോട് പറയണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കണ്ണിന് ഒരു കുഴപ്പമില്ല, കാഴ്ചയില്ലായ്കയില്ല. നിങ്ങളുടെ കണ്ണ് വളരെയധികം നല്ലതാണ് ഇപ്പോഴും. വെറുതെ ഞാൻ പറഞ്ഞതാണ്. അവിടുന്ന് നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് പോരുവാൻ വേണ്ടി മാത്രം, ഇനിയെങ്കിലും നിങ്ങൾക്ക് സുഖജീവിതം, റെസ്റ്റ് ജീവിതം നയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞത്. വേറൊന്നുമല്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ പടച്ച റബ്ബിനോട് അപ്പോഴേ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. നിങ്ങളെ നാട്ടിലെത്തി സുഖമായി ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നാൽ അത് കേട്ട അദ്ദേഹം വിതുമ്പി കരഞ്ഞു, പൊട്ടി കരഞ്ഞു. പഠിച്ചോനെ, ഇതൊക്കെ എനിക്കെന്തിനാ? എനിക്ക് ആരുമില്ലല്ലോ ഇവിടെ. എന്നാൽ ആ കത്തിൻ്റെ മറുപുറം അദ്ദേഹം നോക്കി. പ്രിയപ്പെട്ട ഗഫൂർ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. ആ നിമിഷം തന്നെ അദ്ദേഹം അത് ചെക്ക് ചെയ്തപ്പോൾ
അതിലേക്ക് അവർ 20 കോടി രൂപയാണ് അതിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് കയറിയിട്ടുള്ളത്. ശരിക്കും അയാൾ വീണ്ടും ഞെട്ടി. ജീവിതകാലം മുഴുവനും അതിനപ്പുറം കഴിയാനുള്ളതുണ്ട്. വജ്രമാണെങ്കിൽ 40 കോടിയുടെ, ഇത് 20. അത് അറബികളല്ലേ, അവർ വജ്രവ്യാപാരികളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപയുള്ള ആളുകളാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലത്. എന്നാൽ അദ്ദേഹം ആ കത്ത് പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഗഫൂർ, ഇപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ തിരിച്ചു വരണം ഞങ്ങളുടെ ഉപ്പയുടെ സ്ഥാനത്തേക്ക്. ഞങ്ങൾക്ക് ഉപ്പ് നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാം നിങ്ങളായിരുന്നു. അതുകൊണ്ട് മക്കൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കുന്നതിൽ. നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. അതിനുള്ള ടിക്കറ്റും വിസയും എല്ലാം ഞാൻ സെറ്റാക്കി തരാം. അതൊക്കെ ഓക്കെയാണ്. ഒരു വാക്ക് മതി നിങ്ങളുടെ. അതെ, ശരിക്കും അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, എന്നെ സ്നേഹിക്കുന്നൊരു കുടുംബം അവിടെയുണ്ട്. ഇവിടുത്തുകാർക്ക് വെറും പണം മാത്രം മതി, എൻ്റെ സ്നേഹം വേണ്ട. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എല്ലാവരും പണത്തിന് വേണ്ടി മാത്രമാണ് എന്നെ സ്നേഹിച്ചത്. ഇപ്പോൾ മനസ്സിലായി. വല്ലാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പക്ഷേ ഇന്ന് ഞാൻ കോടീശ്വരനാണ്. അതെ, എത്രയോ പണം എല്ലാം ഉണ്ട്. മനസ്സിന് സമാധാനമില്ല. പക്ഷേ എന്നെ കാത്തിരിക്കുന്ന ഒരു അറബി കുടുംബമുണ്ട്. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല. അതെ, അത് എൻ്റെ അറബിയുടെ മകനാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഗഫൂർക്ക, എന്താ നിങ്ങൾ നാട്ടിലെത്തിയോ? എന്താ നിങ്ങളുടെ അവസ്ഥ? മക്കൾക്ക് സഹിക്കാൻ കഴിയണില്ല. മക്കൾ കരയാണ്. എനിക്കൊരു പിതാവിനെ നഷ്ടപ്പെട്ട പോലെയാണ്. എൻ്റെ മക്കൾക്ക് നിങ്ങളെ വാഹനത്തിൽ തന്നെ അവർ പോയി കയറി സ്കൂളിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരയാണ്. നിങ്ങളെ വേണം എന്നാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യുക ഗഫൂർക്ക? നിങ്ങൾ നല്ലൊരു വിശ്രമ ജീവിതത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞാൻ വിട്ടതല്ലേ. നിങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം നഷ്ടപ്പെടുമ്പോൾ വേദന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ പോയതിന് ശേഷം മക്കൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഗഫൂർക്ക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ ഇനിയും തരാം. നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? എൻ്റെ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും. ശരിക്കും അറബി കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഗഫൂർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അല്ലാ, എന്നോട് ഇത്രക്കും സ്നേഹമോ? എൻ്റെ കുടുംബത്തിനില്ലാത്ത സ്നേഹം എൻ്റെ സൗദിയിലെ കുടുംബത്തിന് ഉണ്ട്. റബ്ബേ, വല്ലാത്തൊരു അവസ്ഥ അദ്ദേഹത്തിന്. എന്നാൽ അതിനിടയിൽ ഗഫൂറിൻ്റെ സ്നേഹിതൻ വീണ്ടും വന്നു. കാര്യങ്ങളെല്ലാം ഗഫൂർ തുറന്നു പറഞ്ഞു. എന്നാൽ അത് കാട്ടുതീ പോലെ പടർന്നു. ഭാര്യയുടെയും മക്കളുടെയും ചെവിയിലും അതെത്തി. ഉപ്പ വലിയ വജ്രമായിട്ട് ഡയമണ്ടുമായി വന്നെന്നോ? 40 കോടിയുടെ. ശരിക്കും ആ മകനും ഉമ്മയും മകളും കൂടി ഓടിക്കിതച്ചെത്തി. ബാപ്പ എവിടെ? ബാപ്പ കൊണ്ടുവന്ന ആ 40 കോടിയുടെ വജ്രം അതെവിടെ? ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ ആ പിതാവിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. മക്കൾ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അല്ലാതെ എന്നെ ഒരിക്കൽ പോലും അവർക്ക് വേണ്ട. ഞാൻ എക്സിറ്റ് അടിച്ച് വരികയെന്ന് പറഞ്ഞപ്പോൾ വെറും കൈയോടെ വരികയാണെന്ന് കരുതിയിട്ട് ഭാര്യയും മക്കളും വിട്ടൊഴിഞ്ഞു പോയി. എന്നാൽ അതിനിടയിൽ മകൻ്റെ ബിസിനസ്സും തകർന്നു തുടങ്ങിയിരുന്നു. ശരിക്കും അവർ ഉപ്പയുടെ അരികിലേക്ക് ചെന്നു. ഉപ്പ, ഞങ്ങളോട് ക്ഷമിക്കണം. മക്കളെ, എന്തിന്? ഞാൻ വെറും കൈയോടല്ലേ വന്നത്? ഡയമണ്ടും കോടികളും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ തിരിച്ചെത്തിയത്? അതെ, നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? നിങ്ങളെടുത്തോളൂ അതൊക്കെ, എനിക്കൊന്നും വേണ്ട, ഞാൻ തിരിച്ചു പോവുക. ഇക്ക അങ്ങനെ പറയല്ലേ, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. ശരിക്കും ഭാര്യയുടെ ആ ഒരു കാപട്യം നിറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത്. വേണ്ട, ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നില്ല. എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് തന്നെ. ഉപ്പ പോവല്ലേ? നിങ്ങളെ കണ്ടു കൊതി തീർന്നില്ലല്ലോ. എന്തിനാ മക്കളെ, നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ല, എൻ്റെ പണമല്ലേ വേണ്ടത്? എന്നാൽ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് കടന്നു വന്നു. അല്ല ഗഫൂറെ, ഇപ്പം എന്താ പണം സ്വത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കളും ഭാര്യയൊക്കെ എത്തിയല്ലോ. ദയവായി ഞാൻ എന്നോടൊരു കാര്യം പറയാം. ഇനിയും അവർക്ക് വേണ്ടി നീ ഒരു ബലിയാടാവരുത്. തീർച്ചയായും അവർ നിന്നെ ഉപേക്ഷിക്കും. പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. നിനക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് നിനക്ക് വേണ്ടി നീ മാറ്റി വെക്കുക. അത് ഇവരുടെ മുമ്പിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാലേ ഒരിക്കൽ പോലും നിനക്ക് ഒന്നും ലഭിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള മക്കളും ഭാര്യയും ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്?
അതുകൊണ്ട് ഗഫൂർ നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക. എന്നാൽ ഈ സമയം ഗഫൂറിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: വേണ്ട, എനിക്കൊന്നും വേണ്ട, അവരെടുത്തോട്ടെ എല്ലാം. വേണ്ട ഗഫൂർ. എന്നാൽ ഗഫൂർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഈ സ്വത്ത് ഞാൻ വിതരണം ചെയ്യും. അങ്ങനെ അതാ ഗഫൂർ അതിൻ്റെ ബിസിനസ് നടത്തി അതിനുള്ള ക്യാഷ് മുഴുവൻ യത്തീംഖാനയിലേക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അതാ കൊടുക്കുകയാണ്. പാവപ്പെട്ട യത്തീമുകൾക്ക് വേണ്ടിയിട്ടും വീട് വെക്കാനും അങ്ങനെ പലതിനും. എന്നാൽ ഭാര്യയും മക്കളും ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കുന്നത്? അതെ, മകൻ്റെ ബിസിനസ് പൊളിഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടി സ്ഥലം എന്തൊക്കെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിക്കൂടെ? നിങ്ങൾ എന്തിനാ അവന് കൊടുക്കാതൊക്കെ? എന്നാൽ ഭാര്യയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരും ഉണ്ടാവില്ല, ഈ കൊടുത്തവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയൊരിക്കലും നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതെ, ഇക്കങ്ങളങ്ങനെ പറയില്ലേ, മുഴുവൻ കൊടുത്ത് കഴിക്കല്ലേ? മക്കളും ഭാര്യയും വീണ്ടും പണത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിനോട് തല്ലുകൂടുന്നത്. എന്നാൽ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ പെട്ടിയുമായി ഇറങ്ങുന്നു. അല്ല, ഉപ്പ എങ്ങോട്ടാ? ഞാൻ പോവുകയാ. എങ്ങോട്ട്? ആ പണമൊക്കെ എടുത്ത് തരിങ്ങൾ, ഇങ്ങോട്ട് പോകാം. ഞാൻ പോകുകയാണ്, എനിക്ക് വേണ്ടൊരു കുടുംബം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ആ മാതാവും മക്കളും കരയുകയാണ് ചെയ്യുന്നത്. പോവല്ലേ, പൈസ കുറച്ച് ഇവിടെ തന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. തൻ്റെ കൂട്ടുകാരൻ്റെ അരികിൽ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പറഞ്ഞു, അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടാകണമെങ്കിൽ ഇത് നീ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ അത് ഗഫൂർ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു കുടുംബം ഗഫൂർക്കയെ കാത്തിരിക്കുന്നുണ്ട് നിറമിഴികളോടെ. എന്നാൽ ഗഫൂർക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എല്ലാവരും അതാ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു. സ്നേഹത്തോടെ ആ കുടുംബത്തിലെ മക്കളെല്ലാം ഓടിച്ചെന്ന് ഗഫൂർക്കയെ കെട്ടിപ്പിടിച്ചു. അതെ, കൂടെ അറബിയുടെ മകനും. ഗഫൂർക്ക, ഇനി ഞങ്ങളെ വിട്ടു പോവല്ലേ, ഞങ്ങൾ നിങ്ങളെ ബാപ്പയുടെ സ്ഥാനത്ത് കണ്ടോളാം, ഞങ്ങളെ പിതാവിന് പകരം നിങ്ങൾ വേണം, നിങ്ങളില്ലായിട്ട് ഒരു സുഖമില്ല, അവിടെ സന്തോഷമില്ല, ഞങ്ങളുടെ ഉപ്പ പോയ പോലെയാണ്. എന്നാൽ സ്നേഹത്തോടെ അവർ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഗഫൂറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുഖസുന്ദരമായി ഗഫൂർ ആ അറബി വീട്ടിൽ ആ സ്നേഹനിധിയായ മക്കളുടെ ഇടയിൽ പിതാവിൻ്റെ സ്ഥാനത്ത് ജീവിച്ചു. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. എക്സിറ്റ് അടിച്ചു പോന്നാൽ അവരെ തള്ളിപ്പറയും. പാവം, എത്രയോ പ്രവാസികൾ ഇങ്ങനെയുണ്ട്. ഗഫൂർക്കയുടെ അവസ്ഥ ഒരു പ്രവാസിക്കും ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം കുടുംബം പണമില്ലാത്തതിൻ്റെ പേരിൽ തള്ളിപ്പറഞ്ഞു. എന്നാൽ അറബി കുടുംബം അവർ സ്വീകരിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ആ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഈ ഒരു കഥയുമായി കുറച്ച് സാമ്യം. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ, ലൈക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും മുഹറത്തിൻ്റെ നോമ്പിലായിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്.